അപ്പോൾ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, ജീവിത സൗഭാഗ്യത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് വാഹനമെന്നത്. അതുകൊണ്ട് അതിൽ ഒരിക്കലും നാം ഹറാമിന്റെ സമ്പത്ത് കൊണ്ട് കൂട്ടി കുഴയ്ക്കരുത് പ്രിയപ്പെട്ടവരെ. നാം മനസ്സിലാക്കണം, നീ ഇപ്പോൾ ഒരു ഹറാമിന്റെ രീതിയിൽ പലിശയുമായി ബന്ധപ്പെട്ട് CC-യൊക്കെ ഇട്ട് ഒരു വാഹനം എടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? കേട്ടോ, അതിലൊന്നാമത്തെ കാര്യം, നിനക്ക് ബറക്കത്ത് അതിലുണ്ടാവുകയില്ല. ബറക്കത്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എത്രയൊക്കെ ആ വാഹനം കൊണ്ട് നിനക്ക് നല്ലൊരു ഉപകാരം നിനക്കുണ്ടാവുകയില്ല. എപ്പോഴും പണിയും കാര്യങ്ങളും. ചില ആളുകളൊക്കെ പറയും, ഉസ്താദെ ഒരു വാഹനം എടുത്തു, ആ വാഹനം എടുത്തപ്പോൾ മുതൽ കഷ്ടകാലമാണ്. എന്തുകൊണ്ടാണ് ഈ കഷ്ടകാലം വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹറാമിന്റെ സമ്പത്ത് കൊണ്ട് എന്തെങ്കിലും കൂട്ടിക്കൊഴിച്ചെടുത്തുകൊണ്ടായിരിക്കും. അവിടെ അള്ളാഹുവിന്റെ സഹായങ്ങൾ ഉണ്ടാവത്തില്ലല്ലോ. അതിൽ ബറക്കത്തിന് വേണ്ടി, ആ വാഹനത്തിന് വേണ്ടി ദുആ ചെയ്ത ബറക്കത്തുണ്ടാകുമോ? ബറക്കത്തില്ല എന്നല്ലേ പറഞ്ഞ. ഹറാമിന്റെ സമ്പത്ത് വെച്ചൊരു വാഹനം എടുത്തു കഴിഞ്ഞാല് CC ഇട്ട് പലിശയുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ വാഹനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ അനുഗ്രഹം, ബറക്കത്ത് ആ വാഹനത്തിൽ ഉണ്ടാകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ വാഹനത്തിൽ ഇരുന്നു കൊണ്ടെങ്ങാണമാണ് നീ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ, ഹറാമ് ചെയ്തുകൊണ്ടല്ലേ നീ മരണപ്പെട്ടു പോകുന്നത്? ഹറാമിന്റെ വാഹനം ഓടിക്കുമ്പോൾ ആ ഓടിക്കുന്ന സമയത്തെല്ലാം നിന്റെ തിന്മകൾ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുവല്ലേ മലക്കുകളെ. ആഖിറത്തിൽ ചെല്ലുമ്പോൾ മീസാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന മീസാൻ ത്രാസിന്റെ അടുത്തെത്തുമ്പോൾ നിന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ പിന്നെയും തൂക്കം കൂടുന്ന തിന്മയ്ക്കല്ലേ പ്രിയപ്പെട്ടവരെ? ചിന്തിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഒരു ഹറാമിന്റെ വാഹനത്തിൽ ഇരുന്ന് മരിച്ചാലുള്ള അവസ്ഥ, ഒരു ഹറാമിന്റെ സമ്പത്തിലൂടെ എടുത്ത വാഹനം, ആ വാഹനത്തിന്റെ അകത്തിരുന്നു കൊണ്ട് മരണപ്പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ആ വാഹനം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം എന്റെ പ്രിയപ്പെട്ടവരെ നാം വാഹനങ്ങൾ ഓടിക്കണം. കാരണം നിമിഷ നേരങ്ങൾ കൊണ്ട്, ഒരു അശ്രദ്ധ കൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഈ അശ്രദ്ധ മൂലം അതെല്ലാം മാറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവിടുന്ന് സംരക്ഷിക്കുന്നു. അത് ഹറാമിന്റെ സമ്പത്തിലൂടെ എടുത്ത വാഹനമാണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമോ? നാം ഒന്ന് ചിന്തിക്കണം. നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തെ സംരക്ഷിക്കുന്നത് ഒരു ഹഫളത്തിന്റെ മാലാഖമാർ, ഒരു വിഭാഗം ആളുകളുണ്ട്. നമ്മൾ അപകടങ്ങളിൽ പെടുമ്പോഴൊക്കെ നമ്മെ സംരക്ഷിക്കാനായിട്ട് ഒരു വിഭാഗം മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ മലക്കുകളൊക്കെ ഒരു ഹറാമായ സമ്പാദ്യം കൊണ്ട്, പലിശയുമായി ബന്ധപ്പെട്ട ഒരു സമ്പാദ്യം കൊണ്ട് നിങ്ങൾ എടുക്കുന്ന വാഹനം, ആ വാഹനത്തില് ഒക്കെ എങ്ങനെയാണ് ആ ഹഫളത്തിന്റെ മാലാഖമാരുടെ സംരക്ഷണം ഉണ്ടാകുന്നത്? നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ, പരിപൂർണമായി ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, വാഹനം എന്നത് ജീവിത സൗഭാഗ്യത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ്.